സിക്ക വൈറസ് ഡിസീസ് ഒരു എമർജിങ് ഒരു മൊസ്കിറ്റോ ബോൺ വൈറസ് ഡിസീസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഏഡിസ് മൊസ്കിറ്റോ പരത്തുന്ന ഒരു ഡിസീസ് ആണെന്നുള്ളത്. ഇത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത് ഉഗാണ്ടയിലാണ് 1947. ആ സമയത്ത് ഉഗാണ്ടയുടെ വനങ്ങളിലാണ് ഇത് കണ്ടുപിടിച്ചത്, റിസസ് മങ്കിയിലുള്ളത്. അവിടെ ഒരു സിൽവാറ്റിക് യെല്ലോ ഫീവറിന്റെ സർവൈലൻസിന്റെ പാർട്ടായിട്ടാണ് ഇത് കണ്ടെത്തിയത്. അതിനുശേഷം അടുത്ത വർഷങ്ങളിൽ 1952 യുഗാണ്ടയിൽ ഇത് കണ്ടെത്തിയിരുന്നു. ഉഗാണ്ടയിലും ടാൻസാനിയയിലും ഇതിനെ തുടർന്ന് കണ്ടെത്തിയിരുന്നു. ഈ ആദ്യമായിട്ട് ഇത് ഇതൊരു ഫ്ലാവിവെറിഡി ഗ്രൂപ്പിൽ പെടുന്ന വൈറസ് ആണ്, ഒരു RNA വൈറസ് ആണ്. അത് 2 തരം ലീനിയേജ് ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആഫ്രിക്കൻ ലീനിയേജും ഒരു ഏഷ്യൻ ലീനിയേജും ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പൊ ഈ ഏഷ്യൻ സ്ട്രെയിൻ ആണ് ഇവിടെയും നമ്മുടെ ഇവിടെയും വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ എപ്പിഡമോളജി പറയുമ്പോൾ പറയാം, ഇന്ത്യയിൽ ഇതിനു മുമ്പ് രാജസ്ഥാനിൽ തൊട്ടടുത്ത വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ സിമിലർ സ്ട്രെയിൻസ് തന്നെയാണ് ഇവിടെയും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു എൻസൂണോട്ടിക് ഡിസീസ് ആണ്. ഇറ്റ് വാസ് കോമൺലി ഫൗണ്ട് അമംഗ് ദ monkeys in the എൻസൂണോട്ടിക് മൊസ്കിറ്റോ മങ്കി മൊസ്കിറ്റോ സൈക്കിൾ അവരുടെ ഇടയിൽ പ്രബലമായിട്ടിരുന്ന ഒരു എൻസൂണോട്ടിക് ഡിസീസ് ആണ്. It caused rare spillover infections in the zoonotic areas due to man and animal interaction. ഒരു സ്പില്ലേജ് കാരണം എൻസൂണോട്ടിക് ഏരിയാസിലെ ഇത്തരത്തിലുള്ള ഡിസീസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. This is primarily transmitted through the bite of infected Aedes mosquito from a pregnant mother to her baby during pregnancy or around the time of the birth. അതിന്റെ ആക്ച്വൽ ട്രാൻസ്മിഷൻ ഒരു ഫേസ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഹൗ ഓഫൺ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് എന്ന് അറിയില്ല. ഇന്റർമീഡിയന്റ് ഷെഡിങ് ഇൻ പ്രഗ്നൻസി ഉണ്ടെന്നാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ട്രാൻസ്മിറ്റഡ് ത്രൂ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് സെക്ഷൽ റൂട്ട്. അപ്പോൾ ഇത് ആന്റിനേറ്റൽ ആൻഡ് പെരിനേറ്റൽ ആൻഡ് ഇൻട്രാപാർട്ടം ടൈമിലൊക്കെയാണ് മദർ ടു ബേബി ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നത്. കൂടാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് സെക്ഷൽ റൂട്ടിൽ ട്രാൻസ്മിഷൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ബ്രോഡായിട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു അർബോവൈറൽ ഡിസീസ് ആണ്. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. 3 to 14 days ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. Usually the viremia will last for about 7 days, but the viremia usually it lasts longer in men. The virus is commonly seen more in seen to be seen longer in the semen and urine, and also in pregnant babies it is seen to be longer. And the antenatal complications can occur. There is actually a spectrum of complications, of which microcephaly is the most common one. And there's adverse outcomes like abortions, miscarriages, congenital defects are all common. Fatalities, however, are rare. Then coming to the global scenario, as I told you, this is the timeline. It was first identified in Uganda in 1947 in monkeys, and then in 1952 in humans. After the first outbreak in Micronesia, which was seen in about 31 cases, and then in about 2013, it was a major outbreak took in French Polynesia, and in 2015, the March it occurred in Brazil, and this was the major turnout event, because ഈ ബ്രസീലിലെ എപ്പിഡമിക്കിലാണ് നമുക്ക് മനസ്സിലായത് ഇതിനൊരു മൈക്രോസെഫാലിക്ക് ഒരു അസോസിയേഷൻ ഉണ്ടെന്ന്. ബ്രസീലിലെ ഒരു മൈക്രോസെഫാലി രജിസ്ട്രി, അവർ കൺജനിറ്റൽ ഡിഫെക്ട്സ് മോണിറ്റർ ചെയ്തിരുന്ന രജിസ്ട്രിയിലാണ് ഒരു ഇൻക്രീസ്ഡ് ഇൻസിഡൻസ് ഓഫ് മൈക്രോസെഫാലി നോട്ടീസ് ചെയ്തിട്ട് അതിന്റെ റിസർച്ചിലാണ് ആക്ച്വലി സിക്ക വൈറസ് ഹസ് ഗോട്ട് an association with the microcephaly എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ സാധിച്ചത്. And when we talk with the experts, what we can find out that the virulence of the virus also increases with each outbreak. അതിന്റെ ജനറ്റിക് സീക്വൻസിംഗിലും ഉള്ള വ്യത്യാസം, ബേസ് പെയർസിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിറുലൻസും കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ അതിനെ തുടർന്നാണ് WHO ഇതിനെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് not due to the fatality of the disease, but due to the complications, the hazards it causes in antenatal women and the adverse fetal outcome, it is declared as a public health emergency of international concern. It's an internationally notifiable disease, and around 86 countries around the globe is currently has the risk of getting Zika virus infection. So this is the global situation. And coming to India in 2016, we were talking about the outbreaks in India. The first cases occurred in Gujarat, first 3 cases. Then consecutively, you can see in every year an outbreak
we can see for 2017 there was an outbreak in Krishnagiri, Tamil Nadu, then in Rajasthan. പിന്നെ അതിനെ തുടർന്ന് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു. പക്ഷെ വലിയ ന്യൂറോളജിക്കൽ സീക്വല് ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനെ തുടർന്ന് നമുക്ക് ഈ 2016 കേസ് റൂട്ടീൻ സർവൈലൻസ് ഫോർ സിക്ക വൈറസ് തന്നെയാണ് കിട്ടിയത്. കമ്മിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ വെക്ടർ, it is we'll go to the agent vector host and interactions. It is primarily transmitted by Aedes aegypti. നമ്മുടെ നാട്ടില് നമുക്കറിയാം Aedes aegypti, Aedes albopictus ഒക്കെ ഇഷ്ടംപോലെ കാണുന്ന വെക്ടറാണ്. വെക്ടർ ഡെൻസിറ്റി ഇസ് വെരി ഹൈ. പ്രത്യേകിച്ചും ഈ ടൈം പീരീഡ്, ഇന്റർമീഡിയറ്റ് റെയിൻസ് ഉള്ള പീരീഡിലായതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സിക്ക ഒരു പ്രോബ്ലം ആയി വരുന്നത്. ദ ഓൺലി തിങ് ദാറ്റ് വാസ് മിസ്സിംഗ് ഏജന്റ്. അപ്പൊ നമുക്കിപ്പം വെക്ടർ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദിസ് ഇമ്പോർട്ടൻസ് ഇസ് ഓഫ് വെക്ടർ കൺട്രോൾ. ഇതാണ് ഗ്ലോബൽ മാപ്പ് ഓഫ് ഏഡിസ് മൊസ്കിറ്റോ പ്രിവലൻസ്. നമുക്ക് ഇന്ത്യ ഒരു ഹൈലി എൻഡമിക് ഏരിയ ആണ് ഫോർ ദിസ് prevalence of this Aedes mosquito. This already have told, for example, the relation between Zika virus and affected antenatals in pregnancy. That is, in 2015, it was detected in the amniotic fluid of pregnant women whose fetuses had microcephaly. So the causal link, അതിനൊരു association ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇത് സിക്ക വൈറസിലെ സെറോളജിക്കൽ ടെസ്റ്റിംഗ് ഓഫർ ചെയ്തിരുന്നു. അതിൽ ഓൺഗോയിങ് സിക്ക വൈറസ് ഇൻഫെക്ഷൻ ഉള്ള എൻഡമിക് ഏരിയാസിൽ നിന്നുള്ള വിമണിന് സെറോളജിക്കൽ ടെസ്റ്റിംഗ് നോക്കിയിരുന്നു. അതിന് 2 ടെസ്റ്റ് ആണ് ചെയ്യുക. ഒന്ന് ഇൻഫെക്ഷൻ ഉള്ള സമയത്തും അതിനെ തുടർന്ന് ഫോളോ അപ്പ് ആയിട്ടുള്ളൊരു സാമ്പിളും എടുക്കും. അത്തരത്തിൽ 2 ടെസ്റ്റിംഗ് ചെയ്തിട്ട് കമ്പാരിറ്റീവ് ടൈറ്റർ ആണ് നോക്കുന്നത്. Pregnant women without symptoms living in such areas, testing at the beginning of parental care and follow up in the 5th month of pregnancy. ഇതാണ് ഗ്ലോബൽ ചെയ്തിരിക്കുന്നത്. കമ്മിങ് ടു അവർ കേരള സിനാരിയോ, നമുക്ക് ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് ഒരു പ്രഗ്നന്റ് ലേഡിയിലാണ്. However, fortunately she was in the last trimester and she had presented with symptoms of headache, fever and rash since June 28. She was treated at the private hospital Trivandrum and was investigated for Zika virus. Her sample was sent for confirmation to NIV Pune and the result was obtained as positive. Her baby was, she delivered a normal baby and health conditions are all stable, and followed which we investigated more, and a similar fever with rash outbreak had been reported among some of the staff and other patients in that hospital, and the samples which was tested on that date, that for example 1 month before ആയിരുന്നു ആദ്യത്തെ ഈ സസ്പെക്റ്റഡ് ഫീവർ വിത്ത് റാഷ് ഉണ്ടായിരുന്നത്. അന്നുള്ള സാമ്പിൾസ് എല്ലാം റീടെസ്റ്റ് ചെയ്യുകയും തുടർന്ന് അതിൽ 13 കേസസിൽ സിക്ക പോസിറ്റീവ് വന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇപ്പോൾ എൻഹാൻസ്ഡ് സർവൈലൻസിന്റെ ഭാഗമായിട്ട് കൂടുതൽ കേസസ് ഫീവർ വിത്ത് റാഷ് നമ്മൾ കൺഫർമേഷന് വേണ്ടി NIV-യിൽ അയച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിനിക്കൽ സിംറ്റംസ് ഫീവർ മൈൽഡ് സിംറ്റംസ് ആണ്, ജസ്റ്റ് ലൈക്ക് ദ ഡെങ്കു ഫീവർ. അതിന്റെ ഒരു മൈൽഡ് വേർഷൻ ആയിട്ട് ചിക്കൻ ഗുനിയ പോലെ തന്നെ ഉള്ള സിമിലർ സിംറ്റംസ് ആണ്. Arvind sir will be talking in detail about the symptoms, clinical management, complications and everything. Anyway, I'll just go through this. Fever, malaise, headache, rash, conjunctivitis, body ache, joint pain ഒക്കെയാണ്. യൂഷ്വലി ഒരു 2 to 7 days ആണ് സിംറ്റം ലാസ്റ്റ് ചെയ്യുന്നത്. 3 to 14 daysലാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. ഒരു 2 to 7 days ഈ സിംറ്റംസ് ഉണ്ടാവും. സസ്പെക്ട് കേസ് നമ്മൾ പറയുമ്പോൾ ഒരു പേഷ്യന്റ് റിപ്പോർട്ടിംഗ് വിത്ത് അക്യൂട്ട് പാപ്പുലർ റാഷ്, ആർത്രalgia. ഇപ്പൊ ഈ സാധാരണ നമ്മൾ സിക്കയുടെ കോണ്ടെക്സ്റ്റിൽ ട്രാവൽ ഹിസ്റ്ററി പറയും, എൻഡമിക് ഏരിയയിലോട്ടുള്ള ട്രാവലിന്. ഇപ്പൊ ഇതിപ്പോ നമുക്കിപ്പോ ടു an endemic area, for example ഇപ്പൊ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആണെങ്കിൽ we can if somebody from outside has traveled in, we can say that there is a travel history, or who is living there. ആ കോർപ്പറേഷൻ ഏരിയയിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ഇപ്പം നിലവിലുള്ളവർക്ക് നമുക്കതൊരു ലോക്കലി അക്വയർഡ് ആയിട്ട് കണക്കാക്കേണ്ടി വരും. Confirmed case, a suspected case with lab positive result for specific detection of Zika virus by PCR test. PCR test ആണ് നമ്മുടെ confirmatory test. ഇതൊരു കമ്പാരിറ്റീവ് ഒരു കേസ് ഡെഫിനിഷൻ കമ്പാരിസൺ ആണ്. ഡെങ്കി, ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, സിക്ക. You can see that almost the symptoms are similar across the diseases. However, the conjunctivitis ലാണ് കുറച്ച് വ്യത്യാസം. ചിക്കൻ ഗുനിയയിലും സിക്കയിലുമാണ് കുറച്ച് കാര്യമായിട്ട് കാണുന്നത്. അപ്പോൾ ആ കൺജങ്ക്ടിവൈറ്റിസ് എന്നുള്ള ഫീച്ചർ തന്നെയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ കേസിലും അവരെ കൂടുതൽ പ്രോബ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനുമായിട്ട് പ്രേരിപ്പിച്ചത്. ബാക്കി ഓൾമോസ്റ്റ് ഒക്കെ സിമിലർ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് കാണുന്നത്.
ട്രാൻസ്മിഷനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സിക്ക വൈറസിന്റെ ട്രാൻസ്മിഷൻ ഈ റൂട്ടുകളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കേസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എപ്പിഡമോളജിക്കലി ലിങ്ക് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. നമുക്കിപ്പോ ടെസ്റ്റിംഗ് കിറ്റ്സ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇപ്പൊ അവൈലബിൾ ആവുന്നത്. അപ്പൊ നമുക്കൊരു ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ ആയിട്ടും അപ്രോച്ച് ചെയ്യേണ്ടതാണ്. ചിക്കൻ ഗുനിയ, ഡെങ്കി റൂൾ ഔട്ട് ചെയ്തിപ്പം ആന്റിനേറ്റൽ ആണെങ്കിൽ നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് ടെസ്റ്റ് ചെയ്യണം. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ ആന്റിനേറ്റൽ സ്പൗസ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഹൈ പ്രയോറിറ്റി കൊടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ വെക്ടർ വളരെ കൂടുതലായതുകൊണ്ടും മറ്റ് ഫീവേഴ്സിന്റെ ഒരു ഔട്ട്ബ്രേക്സിന്റെ സീസൺ ആയതുകൊണ്ടും തന്നെ നമ്മൾ ചിക്കൻ ഗുനിയ, ഡെങ്കു എല്ലാം എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ആവശ്യം ഇന്റഗ്രേറ്റഡ് വെക്ടർ മാനേജ്മെന്റ് ആണ്. ആൻഡ് കൺവേർജൻസ് വിത്ത് അതർ ലൈൻ ഡിപ്പാർട്ട്മെന്റ്സ് ഇസ് ദ മോസ്റ്റ് ഫേവറബിൾ ആക്ഷൻ ദാറ്റ് ഇസ് നീഡഡ് ഇൻ അവർ. നമുക്ക് സിക്കയുടെ സ്ക്രീനിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ 2 തരം സ്ക്രീനിങ് ആണ് ഗ്ലോബലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രാവൽ റിലേറ്റഡ് സ്ക്രീനിങ്, ദാറ്റ് വാസ് നോർമൽ സിക്ക സർവൈലൻസ് ദാറ്റ് വുഡ് ഹാവ് ഹാപ്പൻഡ് ഫോർ ഒരു എൻഡമിക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന പോയിന്റ്സിലെല്ലാം നമ്മൾ സ്ക്രീൻ ചെയ്യാന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്കൊരു ലോക്കൽ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ക്ലസ്റ്ററിംഗ് ഓഫ് ഫീവർ കേസസ്, ക്ലസ്റ്ററിംഗ് ഓഫ് ഫീവർ വിത്ത് റാഷ് കേസസ്, നോട്ടീസിങ് AFP ഓർ GBS ഗില്ലൻ ബാരി സിൻഡ്രോം നമ്മൾ കൂടുതലായിട്ട് കാണുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ GBS സിൻഡ്രോംസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആന്റിനേറ്റൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഹെഡ്സ് മൈക്രോസെഫാലി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലസ്റ്ററിംഗ് ഓഫ് ആന്റിനേറ്റൽ കോംപ്ലിക്കേഷൻസ് ഓർ അഡ്വേഴ്സ് പ്രഗ്നൻസി ഔട്ട്കംസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സസ്പെക്ട് ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ ഇതിന്റെ പ്രഗ്നൻസി റിലേറ്റഡ് മാനേജ്മെന്റ് ഒക്കെ സിക്കയുടെ സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും. ഇതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അതുകൊണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റിംഗ് കോംപ്ലിക്കേഷൻസ് അതൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. So as told earlier, most of the people are asymptomatic. Almost 80% are asymptomatic, only 20% are symptomatic. അത് തന്നെയാണ് ഇതിന്റെ ഒരു സൈലന്റ് ട്രാൻസ്മിഷൻ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. 80% അസിംപ്റ്റമാറ്റിക് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എൻഹാൻസ്ഡ് സർവൈലൻസ് ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് ആന്റിനേറ്റൽ അഡ്വേഴ്സ് ഇവന്റ്സ് അല്ലെങ്കിൽ ഔട്ട്കംസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ സർവൈലൻസ് ഫോക്കസ്ഡ് ആയിരിക്കണം. സ്പെസിഫിക്കലി വി ഷുഡ് ബി ഗിവിംഗ് പ്രയോറിറ്റി ടു ദ ആന്റിനേറ്റൽ കമ്പോണന്റ്. നമുക്ക് മൊത്തത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇൻസിഡൻസ് കുറച്ചാൽ മാത്രമേ ആന്റിനേറ്റൽസിനെയും ഇതിലൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ we should have a suspicion in our mind when we are approaching such patients. So this is the coming to the microcephaly part. നമുക്കൊരു മൈക്രോസെഫാലി സ്ക്രീനിങ് തുടങ്ങേണ്ടി വരും. റിട്രോസ്പെക്റ്റീവ് ആണെങ്കിലും ഇതിന് നമുക്കിപ്പോ ഈ കഴിഞ്ഞ മാസമാണ് നമുക്ക് ഒരു പോസിറ്റീവ് കേസ് കിട്ടിയത്. പക്ഷെ നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ട് സിക്കോ സർവൈലൻസ് ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം we were not sure whether we missed any case or not. So we should have an approach to screen all the microcephaly cases. അവരുടെ മദേഴ്സിന്റെ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മദേഴ്സിന്റെ ടെസ്റ്റിംഗ് ചെയ്യാനായിട്ടും അവരുടെ സിംറ്റം റിട്രോസ്പെക്റ്റീവ് ആയിട്ട് സ്ക്രീൻ ചെയ്യാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അങ്ങോട്ട് ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ട് തന്നെ മൈക്രോസെഫാലി രജിസ്റ്ററും ബർത്ത് കോംപ്ലിക്കേഷൻസും ഇത്തരത്തിലുള്ള കൺജനിറ്റൽ ഡിഫക്ട്സും ഒക്കെ നമ്മൾ രജിസ്ട്രി ആക്കുന്നതിനെ പറ്റി സിക്ക വൈറസിനോടനുബന്ധിച്ച് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ കൺഫേം ചെയ്ത് അത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാം. സോ മൈക്രോസെഫാലിയുടെ ഡെഫിനിഷൻ ഒന്നും ഇവിടെ ഞാൻ പറയുന്നില്ല. മൈക്രോസെഫാലി കൂടാതെ ഇൻട്രാക്രേനിയൽ കാൽസിഫിക്കേഷൻസ്, വെൻട്രിക്കുലോമെഗാലി, ന്യൂറോണൽ മൈഗ്രേഷൻ ഡിസോർഡേഴ്സ് ഒക്കെ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റ് അസോസിയേറ്റഡ് പ്രോബ്ലംസ്, ഒരു മൈക്രോസെഫാലി ഉള്ള കുട്ടിക്ക് അസോസിയേറ്റഡ് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് സീഷേഴ്സ്, ഡെവലപ്മെന്റൽ ഡിലേ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇത്തരം കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പൊ ദിസ് ഇസ് സംതിങ് ടു ബി ലുക്ഡ് ഇൻ ടു. അത് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടി വരും. So about Guillain-Barré syndrome, Arvind sir will be detailing, but we have seen that Zika virus also in causes, no, there is no complete conclusive evidence, but it is we have seen association with this Guillain-Barré syndrome and Zika virus disease. സോ നമുക്ക് ലാബ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ RT-PCR ആണ്. നമുക്ക് ഫീവർ ഉള്ള സമയത്താണ് നമ്മൾ സിംറ്റംസ് ഉള്ള സമയത്താണ് നമ്മൾ ബ്ലഡ് എടുക്കേണ്ടത്.
അപ്പോൾ നമുക്ക് EDTA ബ്ലഡിൽ നിന്നും സിറത്തിൽ നിന്നും യൂറിൻ നിന്നും ഒക്കെ നമുക്ക് PCR ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ സ്റ്റേറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ ബ്ലഡും സിറവും ആയിരിക്കും വിടുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് മൈക്രോബയോളജിക്കൽ ലാബ് സർവൈലൻസ് പാർട്ട് വിൽ ബി told with you or discussed with you in detail. However, as of now, what we have decided is നമുക്ക് സസ്പെക്റ്റഡ് കേസസിന്റെ സാമ്പിൾ എടുക്കുകയും ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു പൂൾ ഉണ്ടാക്കി അവിടുന്ന് നമുക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള VRDLസിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ അയക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ 3 ലാബ്സ് ട്രിവാൻഡ്രം, കോഴിക്കോട് ആൻഡ് തൃശൂർ ലാബ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. കൂടാതെ മെഡിക്കൽ കോളേജ് ലാബ്സ്, കൂടാതെ NIV ആലപ്പുഴയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടേക്ക് നമ്മൾ ടെസ്റ്റിങ്ങിന് അയക്കും. അത് ഏതൊക്കെ ഡിസ്ട്രിക്ട്സിൽ നിന്നാണ് എങ്ങോട്ടേക്കാണ് അയക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആക്ഷൻ പ്ലാൻ വിൽ ബി ഗിവൺ. അപ്പൊ ഈ തരത്തില് ഡിസ്ട്രിക്റ്റിലെ പൂൾ ചെയ്ത് സസ്പെക്ട് ചെയ്യുന്ന സാമ്പിൾസ് ഒരുമിച്ച് കൊണ്ടുവന്ന് അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെസിഗ്നേറ്റഡ് ലാബ്സിലേക്ക് എത്തിക്കുകയും അവിടെ പോസിറ്റീവ് ആവുന്ന കേസസിനെ നമ്മൾ കൺഫർമേഷന് വേണ്ടി NIVയിലേക്ക് വിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് പ്രൈമറിലി നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ്. ആസ് കുറച്ചുകൂടെ ദിവസം കഴിയും തോറും നമുക്ക് അതിന്റെ സ്ട്രാറ്റജി മാറി വരും. നമുക്ക് ഇവിടെ തന്നെ കൺഫർമേഷൻ ചെയ്യാൻ ഉള്ള ഇത് പറ്റുമോ എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇതിനെ തുടർന്ന് ഒരു ഡബിൾ സാമ്പിൾ എടുക്കേണ്ടി വരും. അതായത് ഡിസീസ് മാക്സിമം സിംറ്റംസ് ഉള്ള സമയത്തുള്ള ഒരു സിറോ എടുക്കേണ്ടി വരും. ഫോളോ അപ്പ് സാമ്പിളും എടുക്കേണ്ടി വരും അബൌട്ട് 42 weeks ലേറ്റർ. അപ്പോൾ ഫോളോ അപ്പ് സാമ്പിളും എടുത്തിട്ട് റൈസിൻ ടൈറ്റർ ആണ് നോക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിയുന്ന കേസുകളുടെ റിപ്പീറ്റ് സാമ്പിളും നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സസ്പെക്ട് കേസ് ഉണ്ടെങ്കിൽ whenever you see a suspected patient in the hospital, you are taking sample and sending for diagnosis. At the same time, we should do the other epidemiological investigations also. അവരുടെ വീടിന്റെ അവരുടെ കോൺടാക്ട്സിന്റെ സിംറ്റം സർവൈലൻസ് ചെയ്യണം. അവരുടെ വീടിന് ചുറ്റുമുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അഡ്രസ് ചെയ്യണം. അവർക്ക് ലാബിൽ ബ്രീഡിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിസസ് വെക്ടർ ഇൻഡിസസ് എത്രയാണെന്നെല്ലാം നമ്മൾ നോക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു 3 kilometer റേഡിയസിൽ നമ്മൾ സസ്പെക്റ്റഡ് കേസസിന്റെ 3 kilometer റേഡിയസിൽ എൻഹാൻസ്ഡ് വെക്ടർ മാനേജ്മെന്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു, എന്നാലേ ഈ ഒരു അപ്രോച്ച് കോംപ്രിഹെൻസീവ് ആവുള്ളൂ. ജസ്റ്റ് ട്രീറ്റിംഗ് ദ പേഷ്യന്റ് will not be able to address the disease only by treating the patient. ഇതിനിപ്പോ നമുക്ക് തൽക്കാലം ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. വാക്സിൻ ഒന്നും ഇതുവരെ നമുക്ക് അറിയില്ല ഉള്ളതായിട്ട്. അപ്പോൾ കമ്മിങ് ടു ദ സിംറ്റം പാർട്ട് സർ വിൽ ബി ഡീലിംഗ്. ബട്ട് ഇപ്പോൾ ആന്റിനേറ്റൽസിനല്ലാതെ ഇവരുടെ സ്പൗസസിന് സിംറ്റംസ് ഉണ്ടെങ്കിലും നമ്മൾ അവരുടെ ഒരു സെക്ഷൽ കോൺടാക്ട് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് സെക്സ് ആയിരിക്കാനോ ഉള്ളത് അഡ്വൈസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Reproductive age group, those who are planning to have babies also, this should be important because the Zika viral will last longer in semen and urine. This was what I was talking about surveillance. നമുക്ക് enhanced surveillance വേണം. പിന്നെ റിസ്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് സസ്പെക്റ്റഡ് കേസ് വരുന്നത്, അതിനൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ഏരിയയിൽ നമ്മുടെ ക്ലിനിക്കിൽ ഒരു കേസ് സസ്പെക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റിലോട്ട് അത് റിപ്പോർട്ട് ചെയ്യുകയും അതിനെ തുടർന്ന് ആ കൺസേൺഡ് PHCയിൽ അതിനുള്ള ആക്ഷൻ എടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അവരുടെ ചുറ്റുമുള്ള വീടുകളിലൊക്കെ വെക്ടർ സർവൈലൻസ് ആൻഡ് ഫീവർ സർവൈലൻസ് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ട്രാവൽ അഡ്വൈസറി പ്രഗ്നന്റ് ആൻഡ് ആന്റിനേറ്റൽ വിമന് നമ്മൾ സാധാരണ ഇന്റർനാഷണലി കൊടുക്കുന്ന ട്രാവൽ അഡ്വൈസറി എൻഡമിക് ഏരിയാസിലോട്ട് ട്രാവൽ അഡ്വൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഹൗവർ നമ്മളൊരു ലോക്കൽ ഇൻഫെക്ഷൻ സസ്പെക്ട് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ഇത്തരത്തിലുള്ള അൺനെസസറി ട്രാവൽസ് അവോയ്ഡ് ചെയ്യാന്നുള്ള അഡ്വൈസ് ആണ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വെക്ടർ സർവൈലൻസിന് ഇപ്പൊ നമുക്കറിയാം നമ്മളെ സിസ്റ്റം വളരെ സ്ട്രെയിൻഡ് ആണ് കോവിഡ് കാരണം. ഫീൽഡ് സ്റ്റാഫ് ഒക്കെ വളരെയധികം ടെസ്റ്റിംഗ് ആൻഡ് വാക്സിനേഷന്റെ കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെക്ടർ സർവൈലൻസ് ഒന്നും അല്ലെങ്കിൽ വെക്ടർ മാനേജ്മെന്റ് ചെയ്യാനും നമുക്ക് റിസോഴ്സസ് കുറവായിരിക്കും. ആ സ്ഥിതിക്ക് LSGയുമായിട്ട് ചേർന്ന് നല്ല രീതിയിലുള്ള വോളണ്ടിയേഴ്സിനെയും ട്രെയിൻഡ് ആയിട്ടുള്ള NSS, NCC കേഡറ്റ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, അതർ വോളണ്ടിയേഴ്സ് അവരെയൊക്കെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് കൂട്ടാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇത്രയുമാണ് നമുക്ക് ഒരു സിംറ്റം സർവൈലൻസും നമ്മുടെ ഇമ്മീഡിയറ്റ് മൈക്രോ പ്ലാൻ ആയിട്ട് പറയാനുള്ളത്.
എന്നിട്ട് ഒരു കാര്യം കൂടെ എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് ഇത്തരത്തിൽ വിവിധ ഔട്ട്ബ്രേക്സ് നടന്നു പോകുന്നുണ്ട്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് സിൻഡ്രോമിക് സർവൈലൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് വേണം. അപ്പൊ IDSP വഴി നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് IDSP വഴി നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ IDSPയിൽ നമ്മൾ OPയിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഫീവർ വിത്ത് റാഷ് കേസസ് പെർസെന്റേജ് ഫോംസിൽ പി ഫോംസിൽ റിപ്പോർട്ട് ചെയ്യുകയും ഫീൽഡിൽ കാണുന്ന കേസസ് എസ് ഫോംസിൽ റിപ്പോർട്ട് ചെയ്യുകയും ലാബില് നിങ്ങൾ ടെസ്റ്റിന് വിടുവാണെങ്കിൽ അത്തരം ടെസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതിന്റെ അത്യാവശ്യം ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൃത്യമായി എല്ലാ ഹോസ്പിറ്റൽസിലും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ കൂടെയുള്ള ഡോക്ടേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും ഫീൽഡ് സ്റ്റാഫിനോടും എല്ലാം ഈ ഒരു ഔട്ട്ബ്രേക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഏർലി ഡിറ്റക്ട് ചെയ്യേണ്ടത്, വാർണിംഗ് സിഗ്നൽസ് എത്ര ഏർലി നമുക്ക് കണ്ടെത്താൻ കഴിയണം എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സാഹചര്യത്തിൽ. ഇപ്പൊ നമ്മൾ ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ എന്ന് കരുതി നമുക്ക് സമാധാനിക്കാൻ പറ്റില്ല. കാരണം മറ്റ് സ്ഥലങ്ങളിലും ഇപ്പൊ ഇപ്പം പല ജില്ലകളിലും ഓൺഗോയിങ് ആയിട്ടുള്ള ഡെങ്കി ആൻഡ് ചിക്കൻ ഗുനിയ ഔട്ട്ബ്രേക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലും ഫീവർ വിത്ത് റാഷസ് പലർക്കും കാണുന്നുണ്ട്. അപ്പൊ വി കനോട്ട് എക്സ്ക്ലൂഡ് സിക്കാതെ. സോ നമുക്ക് ആ ക്ലസ്റ്ററിങ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ സർവൈലൻസ് കൂടുതലായിട്ട് നടത്തുക എന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ IDSPയിലുള്ള റിപ്പോർട്ടിംഗ് എല്ലാവരും കുറച്ചുകൂടെ കൂടുതൽ നന്നായി ചെയ്യണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. We are very well aware that till date the serum is the mainstay, right? So you should be collecting at least 5 ml of blood, serum or EDTA sample. So you can collect it in the plain vial or the EDTA vial. That's the first thing. So 5 ml is important because we need to have a backup after doing the PCR testing, which is the mainstay. And even after doing the PCR testing, we make aliquots. By aliquots means I divide one sample into 3 different parts, so that first I have one backup for my PCR. I can send the same sample for ELISA, and I can do the neutralization test in case if it is required. Because again and again, so first the sample that we are supposed to take is either the serum, the plasma, the urine sample, the saliva, these are all the secondary samples. Okay, and what do we do that I don't need to elaborate on the triple packaging. However, I'll just brush through it. In the COVID that we are using the VTM and then we put the micropore. Instead of that, we just have the blood, the vial that is there. So each VTM, after putting the micropore and the absorbent material around it, either which is the cotton or the tissue paper, we are individually packing it in each of these what you call those poly bags we are packing. Instead of putting one vial in one poly bag, we can put multiple vials in one Ziploc pouch with a lot of absorbent material around it. But that has to be ensured that there is material around this, each of the. Hello, Dr. Divya, is it audible? Yes, it is audible. Please go ahead. Your video is not there. Okay. So, and then once we put it in the thermocol box, it is not necessary that you need to use 4 ice packs. You can be using up to 6 to 8, wherein the purpose is that you need to cover the whole ice box. No 3 sides need to be covered completely. That's the first part. Then how you should discern that which sample needs to be taken. Till the 5 or 7 days, you should take the serum sample, because that will be useful both for the RT-PCR and for the IgM ELISA. Secondly, if 2 weeks have passed, then you need to send the sample for IgM ELISA. However, it is not confirmatory. Still, we need to send it for the IgM ELISA. That doesn't mean that we will not get the result. It is not confirmatory. We can have a high clinical suspicion, but we can use that sample further for testing the IgM and IgG. The third thing we can use is a urine sample. Someone also commented about the samples taken in the neonate. Yes, we can take up to 2 to 3 ml of the samples in the neonate. 2 ml is more than sufficient. 5 ml is the maximum that I'm talking, because we need to save it for the sequencing and other parts as well. Okay. As far as the transportation is concerned, so right now, as ma'am said, we have 4 VRDLs, and we are going to transport to them. In case the transport is not very fast, if we have to keep it for 48 hours,
we can keep it at with the ice box and everything at the 2 to 8 degrees centigrade. If it's more than a week, more than 48 hours to 7 days, we need to keep it at minus 10 to minus 20 degree. And if it's more than 7 days, we need to keep it at minus 70 degree, but ensuring when we keep at minus 70 degree, the serum needs to be separated. Otherwise, there will be the RNA lysis. Here we are detecting the RNA in the viral RNA we are detecting, right? And the very important thing is that the sample collection form where the format will be shared, it needs to be duly filled, because this will be ultimately going to the VRDL and the NIV through the VRDL if it's required. Similarly, all the packaging and the labeling or the bar coding needs to be done prior to the sample collection, that is on the vial.